ഹായ്, എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അങ്ങനെ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ അർജുനാണെങ്കിൽ ആ മുഖംമൂടി ധരിച്ചു വന്ന ആളിനെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അന്നേരം ഭാമ ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, വിടരുതവനെ, തത്ത പറയുന്നത് പോലെ പറയിപ്പിക്കണം, വിഷ്ണുവിനെ വിളിക്കുക എന്നിങ്ങനെ ഭാമ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അബ്ദുൽ ഖാദർ ഡോക്ടർ വരികയാണ്. അന്നേരം ഡോക്ടർ അകത്തേക്ക് വരുമ്പോൾ ഡോക്ടർ എന്താ ഈ സമയത്ത് എന്ന് ചോദിക്കുമ്പോൾ കാര്യമുണ്ട് സത്യാമ്മയെന്ന് ഇങ്ങനെ ഡോക്ടർ പറയുകയാണ്. തുടർന്ന് ഡോക്ടർ അങ്ങ് അകത്തേക്ക് കയറുമ്പോഴും എല്ലാവരും അന്തം വിട്ട് നിൽക്കുകയാണ്, എന്താണ് കാര്യം എന്നുള്ളത്. അന്നേരവും വിഷ്ണുവിനെ വിളിക്കാനായിട്ട് സത്യഭാമ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണുവിനെ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇത് ആ ആളിനെ അങ്ങോട്ട്, ആ മുഖംമൂടി അങ്ങോട്ട് നീക്ക് എന്നിങ്ങനെ ഡോക്ടർ പറയുകയാണ്. അന്നേരമാണ് അർജുനാണെങ്കിൽ ആളിനെ ഇങ്ങോട്ട് പിടിച്ച് നീക്കി നിർത്തിയിട്ട് ആ മുഖംമൂടി പെട്ടെന്ന് ആ മുഖത്തെ ഇങ്ങനെ കറുത്ത മാസ്ക് അത് വെച്ച് മറച്ചിരിക്കുകയാണ്. അത് അങ്ങോട്ട് പിടിച്ചു മാറ്റുമ്പോൾ പെട്ടെന്ന് കാണുന്നത് വിഷ്ണുവിനെയാണ്. അന്നേരം വിഷ്ണുവിൻ്റെ കണ്ണുകളൊക്കെ കലങ്ങി നിൽക്കുകയാണ്. അന്നേരം വിഷ്ണുവേട്ടനോ എന്നിങ്ങനെ ശാലിനിയോട് ചോദിക്കുമ്പോൾ വിഷ്ണു ഒന്നും പറയുന്നില്ല. അന്നേരം മറുപടി ഞാൻ പറയാം സത്യമേന്ന് പറഞ്ഞിട്ട് ഡോക്ടർ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഈ കിഡ്നാപ്പിക്ക് ഞാനും വിഷ്ണുവും കൂടി നടത്തിയ ഒരു നാടകമാണ്, ശാലിനി പോലും അറിയാതെ. അതുകൊണ്ടാണ് വിഷ്ണു നന്നായിട്ട് അഭിനയിച്ചു, അതുകൊണ്ടാണ് ശാലിനിക്ക് കുറച്ച് ദേഹോപദ്രവം ഏൽക്കേണ്ടി വന്നത്, സോറി ശാലിനി എന്നൊക്കെ ഡോക്ടർ പറയുന്നുണ്ട്. അന്നേരം വിഷ്ണു കരയുകയൊക്കെ ചെയ്യുകയാണ്. വിഷ്ണു പെട്ടെന്ന് ശാലിനി അങ്ങ് ചേർത്ത് പിടിച്ച് തൻ്റെ നെഞ്ചിലേക്ക് ചേർക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ശാലിനി ആണെങ്കിൽ ആകെ ക്ഷീണിതയാണ്, തല 2-3 പ്രാവശ്യം ഇടിക്കുകയൊക്കെ ചെയ്തു, ആകെ കരഞ്ഞ് ബഹളം വെച്ച് അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ ആർക്കും ഒന്നും മനസ്സിലാകുന്നില്ല. തുടർന്നും സത്യഭാമ ഇങ്ങനെ മനസ്സിലാകാൻ നിൽക്കുമ്പോൾ ഡോക്ടർ കാര്യങ്ങൾ വിശദമായിട്ട് പറയുകയാണ്. സത്യാമ്മ എന്നെ എന്തിനാണ് ഈ വീട്ടിലേക്ക് വിളിച്ചതെന്ന് ഓർക്കുന്നുണ്ടോ? കോമയിൽ കിടന്ന് ഒരു ചെറു വിരൽ പോലും അനക്കാൻ പറ്റാതെ കിടക്കുന്ന നിങ്ങളുടെ മകളെ ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയില്ലേ? സംസാരിക്കാനും ചിരിക്കാനും എഴുന്നേറ്റ് നടക്കാനും ഒക്കെ വേണ്ടിയില്ലേ? ഞാൻ എൻ്റെ വാക്ക് പാലിച്ചു എന്ന് പറയുമ്പോഴാണ് എല്ലാവരും ആ കാര്യം ഓർമ്മ വരുന്നത്. അന്നേരം അത് ശരിയാണല്ലോ എന്നിങ്ങനെ സുസ്മിതയും ചിന്തിക്കുകയാണ്. തുടർന്നാണ് ഭാമയ്ക്ക് പെട്ടെന്ന് ബോധ്യം വരുന്നത്, പ്രീതി സംസാരിച്ചതും കാര്യങ്ങൾ വിശദമായിട്ട് പറഞ്ഞതും കണ്ണീരൊഴിക്കുന്നതും എഴുന്നേക്കാൻ ശ്രമിക്കുന്നതും ഒക്കെ. അന്നേരം തുടർന്ന് അവിടെ സ്നേഹപ്രകടനങ്ങളെയാണ്. എൻ്റെ മോള് എത്ര നാളായി അമ്മയെന്ന് വിളിച്ചിട്ട്, ആ ഒരു വിളി കേട്ടിട്ട് എന്നൊക്കെ അങ്ങ് പറയുമ്പോഴും സത്യഭാമ അങ്ങ് സന്തോഷത്തിലാണ്. തുടർന്ന് പിന്നെ ഡോക്ടർ പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും സമയം എനിക്ക് തന്നല്ലോ, എനിക്കൊരു 5 മിനിറ്റ് കൂടി സമയം വേണം, പ്രീതിയുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കണം, സ്ത്രീകൾ ആരെങ്കിലും ഒരാൾ സഹായത്തിന് ഇവിടെ നിന്നാൽ മതി എന്ന് പറയുകയാണ്. തുടർന്ന് പൊന്നിയോട് നിൽക്കാനായിട്ട് ഭാമ പറഞ്ഞിട്ട് മോളെ അമ്മ പുറത്ത് നിൽക്കാമെന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെയും കൊണ്ട് വെളിയിലേക്ക് ഇറങ്ങുകയാണ്. തുടർന്ന് പ്രീതിയാണെങ്കിൽ അർജുനേട്ടാന്ന് വിളിക്കുന്നുണ്ട്. സ്നേഹത്തോടു കൂടി അർജുൻ അടുത്തേക്ക് വരുന്നുണ്ട്. പ്രീതിയുടെ നെറ്റിയിലേക്ക് ഒരു ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. തുടർന്ന് ശാലിനി എന്ന് പ്രീതി വിളിക്കുന്നുണ്ട്. തുടർന്ന് ഏട്ടൻ, മോളെ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ നോക്കി വിഷ്ണു അങ്ങ് കരഞ്ഞ് തൊഴുകയാണ്. തുടർന്ന് ഏട്ടൻ പുറത്തുണ്ടാകും എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവും പ്രീതിയുടെ നെറ്റിയിൽ ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. തുടർന്ന് ഇറങ്ങുകയാണ്. പക്ഷേ ഈ സമയത്ത് ഡോക്ടറാണെങ്കിൽ സുസ്മിതയെ നോക്കുകയാണ്. അന്നേരം സുസ്മിതയാണെങ്കിലും ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് ബാക്കി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഡോക്ടറും പൊന്നിയും പിന്നെ പ്രീതിയും മാത്രമാവുകയാണ്. തുടർന്ന് സുസ്മിത ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. സുസ്മിത ഇങ്ങനെ ആകെ അന്തം വിട്ട് നിൽക്കുകയാണ്. ഡോക്ടർ ഇങ്ങനെ രൂക്ഷമായിട്ടൊരു നോട്ടം നോക്കുമ്പോൾ സുസ്മിത പെട്ടെന്ന് മുഖം മാറ്റിയിട്ട് അങ്ങ് റൂമിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ പ്രീതിയെ പരിശോധിക്കുകയാണ്. ഡോക്ടർ ഇങ്ങനെ പ്രീതിയെ നോക്കി നിൽക്കുന്നതേ കാണിക്കുന്നുള്ളൂ. പക്ഷെ ആ സമയത്ത് അകത്ത് അവിടെ രാഘവൻ നായരെയും പിള്ളയൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. മകൾക്ക് ഇത് സംസാര ശിക്ഷയൊക്കെ കിട്ടിയപ്പോൾ ആ സ്നേഹമൊന്നും കാണാൻ രാഘവൻ നായർ ആ സീനിൽ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് കാണിക്കുന്നത് പുറത്ത് എല്ലാവരും റൂമിന് വെളിയിൽ, പ്രീതിയുടെ റൂമിന് മുറിയിൽ അങ്ങ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വസുമതി എത്തിയിട്ടുണ്ട്, ഡ്രസ്സൊക്കെ ആയിട്ട് വസുമതി എത്തിയിട്ടുണ്ട്. പിന്നെ രാഘവൻ നായരും പിള്ളയും സന്തോഷത്തോടു കൂടി ഭാമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ശാലിനിയുണ്ട്. അർജുൻ കുഞ്ഞിനെ തോളിലിട്ട് അങ്ങ് ഉറക്കുകയാണ്. സുസ്മിതയും വിഷ്ണുവും എല്ലാവരും സന്തോഷത്തോടു കൂടി ഡോക്ടറിനെ പ്രീതിയുടെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ചെക്ക് ചെയ്ത് എന്താണ് റിസൾട്ട് എന്നറിയാനുള്ള ഒരു ആകാംക്ഷയിൽ എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തുടർന്ന് വസുമതിയാണെങ്കിൽ രാഘവൻ നായരോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട്. രാഘവേട്ട, ഞാൻ അന്ന് വന്ന് പറയുന്നത് മനസ്സിലൊന്നും വച്ചു വെക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അതൊന്നും സാരമില്ല, സംഭവിക്കുന്നതെല്ലാം നല്ലതിനാണെന്നേ ഞാൻ കരുതിയിട്ടുള്ളൂ. അന്നൊരു അർജുന് വേറൊരു കല്യാണം ആലോചിക്കുമെന്ന് പറഞ്ഞല്ലേ എന്ന് പറയുമ്പോൾ അർജുനും ഒന്ന് ചിരിക്കുകയാണ്. അങ്ങനെ ഒരു പ്രതികൂല സാഹചര്യം ഉണ്ടായത് കൊണ്ടല്ലേ പ്രീതിയുടെ മുമ്പിൽ എനിക്ക് ഹാർട്ട് അറ്റാക്ക് അഭിനയിക്കാനായിട്ട് തോന്നിയത്, അതുകൊണ്ടല്ലേ അവൾക്ക് കൺപോള അനക്കാനും കൈവിരലുകൾ ചലിപ്പിക്കാനും ഒക്കെ തോന്നിയത്, എല്ലാം ഒന്നിനൊന്ന് ഗുണമായതേ ഉള്ളൂ എന്നിങ്ങനെ വസുമതി ചേർത്ത് പറയുന്നുണ്ട്. ഈ സമയത്ത് സുസ്മിതയാണെങ്കിൽ ആകെ ടെൻഷനിലാണ്. ഈശ്വര, ഏത് ഗതികിട്ട സമയത്താണോ എന്തോ പത്മാവതിയും പൂട്ടിയിട്ട് ഇങ്ങോട്ട് വരാനായിട്ട് തോന്നിയത്, ഇതിപ്പോൾ ഇവിടെയും ഇല്ല, അങ്ങോട്ട് ചെന്ന് കയറാനും പറ്റില്ല എന്നും പറഞ്ഞ് ആകെ ടെൻഷൻ അടിച്ച് സുസ്മിത നിൽക്കുകയാണ്.
തുടർന്ന് സുസ്മിതയുടെ ആ ടെൻഷനൊക്കെ കണ്ടിട്ട് വസുമതി ഇങ്ങനെ സുസ്മിതയെ നോട്ടം നോക്കിയിട്ട് രാഘവൻ നായരോടായിട്ട് തന്നെ ചോദിക്കുകയാണ്, പ്രീതി സംസാരിച്ചു തുടങ്ങി എന്നല്ലേ പറഞ്ഞത്, പഴയ കാര്യങ്ങളൊക്കെ പ്രീതി എന്തേലും പറഞ്ഞോ എന്ന്. അന്നേരം വിഷ്ണുവും ശാലിനിയും അർജുനും ഒക്കെ സുസ്മിതയെ തന്നെയാണ് ശ്രദ്ധിക്കുന്നത്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, ഡോക്ടർ പരിശോധിച്ചുകൊണ്ടിരിക്കല്ലേ, എന്താണെന്ന് നമുക്ക് നോക്കാം, ഓർമ്മയൊക്കെ കാണും എന്നിങ്ങനെ പറഞ്ഞിട്ട് രാഘവൻ നായരുടെയും ശ്രദ്ധ അങ്ങ് സുസ്മിതയിലേക്ക് തന്നെയാണ്. ഇവിടെ പലതും നടക്കും എന്നെങ്ങനെ രാഘവൻ നായർ പറയുമ്പോഴും സുസ്മിത പറയുകയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ചക്രവ്യൂഹത്തിൽ പെട്ടതുപോലെ ആയല്ലോ, തൽക്കാലം ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം എന്ന് പറഞ്ഞ് സുസ്മിത ഇങ്ങനെ താഴേക്ക് ഇറങ്ങാനായിട്ട് തിരിയുകയാണ്. അന്നേരം പെട്ടെന്ന് സത്യഭാമ വിളിക്കുകയാണ്, സുസ്മിത നീ ഇത് എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ ഞാനല്ല ചടങ്ങിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഏതുവരെ ആയെന്ന് നോക്കാമെന്ന് പറയുമ്പോൾ ഒരുക്കങ്ങളൊക്കെ അവിടെ തന്നെ നടന്നോളും, ഞാൻ പറയാതെ നീ ഇവിടെ നിന്ന് ചലിച്ചു പോകരുത് എന്നിങ്ങനെ കൈ ചൂണ്ടി സത്യഭാമ പറയുകയാണ്. അന്നേരം സുസ്മിത ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. അന്നേരം വസുമതിയും പറയുന്നുണ്ട്, എന്താടി നിനക്ക് പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ അവിടെ നിന്ന് അനങ്ങി പോകരുത് എന്നിങ്ങനെ വസുമതിയും പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിരൽ മുഖത്തമർത്തി ഇങ്ങനെ ചിരിക്കുകയാണ്. രാഘവൻ നായർക്കും ചിരി വരുന്നുണ്ട്. തുടർന്ന് ഈ പിശാചുക്കൾ ഒരുമിച്ചോ ദൈവമേ, ഇനി എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് സുസ്മിത അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. തുടർന്ന് പൊന്നി വന്ന് പറയുന്നുണ്ട് എല്ലാവരോടും അകത്തേക്ക് കയറാനായിട്ട്. അങ്ങനെ ഭാമയങ്ങ് പെട്ടെന്ന് ഓടി പോവുകയാണ്. ബാക്കി എല്ലാവരും കയറുന്നുണ്ട്. പിള്ള രാഘവൻ നായരെ ഇങ്ങനെ വീൽ ചെയറിൽ തള്ളിക്കൊണ്ട് അകത്തേക്ക് കയറുന്ന നേരം സുസ്മിത ഇങ്ങനെ പുറകോട്ട് വയ്ക്കുകയാണ്. അന്നേരം സുസ്മിത എന്താ എങ്ങോട്ടാ, അകത്തോട്ട് എന്നിങ്ങനെ കണ്ണുകൊണ്ട് ഇങ്ങനെ കാണിക്കുകയാണ് അകത്തോട്ട് കയറാൻ. അന്നേരം ഇയാളെ കൊണ്ട് ഞാൻ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് സുസ്മിതയും എല്ലാവരും അകത്തേക്ക് കയറുന്നുണ്ട്. തുടർന്ന് ഡോക്ടർ എല്ലാവരോടുമായിട്ട് പറയുകയാണ്, നിലവിൽ പ്രീതിക്ക് സംസാരിക്കാം, കഴുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചലിപ്പിക്കാം, പക്ഷേ കഴുത്തിന് താഴോട്ട് നിശ്ചലമായ അതേ ചലനമില്ലാത്ത അതേ അവസ്ഥ തുടരുകയാണെന്ന് പറയുമ്പോൾ ആശ്വാസം, അത്രയെങ്കിലും അത്രയ്ക്ക് സമാധാനമായല്ലോ എന്നിങ്ങനെ സുസ്മിതയങ്ങ് ആശ്വസിക്കുകയാണ്. തുടർന്ന് എല്ലാവരുടെയും മുഖം അങ്ങ് വിഷമത്തിലാകുമ്പോൾ അങ്ങനെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒട്ടും ചലനമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇത്ര വരെ എത്തിയില്ലേ, അപ്പോൾ അതും വേഗം എണീറ്റ് നടക്കാനുള്ളതും വേഗമാകും എന്നിങ്ങനെ പറയുമ്പോൾ നടന്നത് തന്നെ എന്നിങ്ങനെ സുസ്മിത പറയുകയാണ്. തുടർന്ന് ഡോക്ടർ പറയുന്നുണ്ട്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രീതിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് എന്നുള്ളതാണ് എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ സുസ്മിതയെ തന്നെ നോക്കിയാണ്. സുസ്മിത അങ്ങ് അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. ഉമീദിനെയൊക്കെ കുടിച്ചിറക്കി തൊണ്ടയൊക്കെ അങ്ങ് വറ്റി വരണ്ട ഒരു കണ്ണൊക്കെ തള്ളിയ ഒരവസ്ഥയിൽ സുസ്മിത നിൽക്കുകയാണ്. അന്നേരം എല്ലാവരും നോക്കുന്നത് കണ്ടിട്ട് ഈ പിശാചുക്കളൊക്കെ എന്തിനാ എന്നെ നോക്കുന്നത് എന്നുള്ള അവസ്ഥയിൽ സുസ്മിത നിൽക്കുമ്പോൾ വസുമതി പറയുകയാണ്, എങ്കിൽ പിന്നെ അത് അങ്ങോട്ട് ചോദിക്കും ശാലിനി എന്ന് പറയുമ്പോൾ ഇങ്ങനെ പ്രീതി തന്നെ പറയുന്നുണ്ട്, പഞ്ചകൈലാസത്തിലേക്കുള്ള യാത്രയുടെ കാര്യമല്ലേ എന്ന് പ്രീതി തിരിച്ചിങ്ങോട്ട് ചോദിക്കുകയാണ്. തുടർന്ന് പ്രീതിയുടായിട്ട് തന്നെ പിന്നെ ഡോക്ടർ ചോദിക്കുകയാണ്, ഒരുപാട് ജീവിതങ്ങളെ തകർച്ചയിലേക്ക് അങ്ങ് വലിച്ചിട്ട് ആ ഒരു യാത്ര, പഞ്ചകൈലാസ യാത്ര, ജസ്റ്റ് റിവൈൻഡ് യുവർ മെമ്മറി എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാം പറയാൻ ഡോക്ടർ എന്ന് പറഞ്ഞിട്ട് പ്രീതി ഓരോന്നായിട്ട് പറയുകയാണ്. സംഭവം ആദ്യം വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് മുതലുള്ള എല്ലാവരും സന്തോഷത്തോടു കൂടി കാറിലേക്ക് കയറിയതും പിന്നെ കാറിലിരുന്ന് ചിരിച്ചും കളിച്ചും പോയതും അങ്ങനെ അവസാനം പഞ്ചകൈലാസം, പിന്നീട് നമ്മൾ ശിവക്ഷേത്രത്തിൽ പോയി ആ യന്ത്രം അവിടെ സ്ഥാപിച്ചു. അപ്പോൾ ആ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട്, അവർ കാറിൽ പോയതും പഞ്ചകൈലാസത്തിലെത്തിയതും ആ യന്ത്രം സ്ഥാപിച്ചതുമൊക്കെ. അന്ന് വൈകുന്നേരം ഞങ്ങൾ അവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞിരുന്നു എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത അങ്ങ് ഞെട്ടി വിളറി വെളുത്ത് നിൽക്കുകയാണ്. ഈ പിശാചിന് എന്തോ ഒരു ഓർമ്മയാന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. തുടർന്ന് പിന്നെ നിങ്ങൾ എങ്ങോട്ടാ പോയതെന്ന് ഡോക്ടർ ഓരോന്നായിട്ട് ചോദിക്കുകയാണ്. അന്നേരമാണ് പ്രീതി ഓരോന്നായിട്ട് മറുപടി പറയുന്നത്. പിന്നെ ഞങ്ങൾ റിസോർട്ടിലേക്ക് പോയി, അവിടെ ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു, എല്ലാവരുമായിട്ട് പാട്ടൊക്കെ പാടി അല്ലേ ശാലിനി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശാലിനി തല കുലുക്കുന്നുണ്ട്. പിറ്റേന്നാണോ നിങ്ങൾ വനക്ഷേത്രത്തിലേക്ക് പോയതെന്ന് ചോദിക്കുമ്പോൾ പിന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി, അതെ പിറ്റേന്ന് വനക്ഷേത്രത്തിൽ പോയി, അവിടെ വെച്ച് എന്നും പറഞ്ഞ് പ്രീതി അങ്ങ് വിൽക്കുകയാണ്. അന്നേരം എന്താണ് നിങ്ങൾ ഡോക്ടർ ചോദിക്കുമ്പോൾ ആ പ്രീതി എന്താണ് പറയുന്നതെന്ന് അറിയാനായിട്ട് എല്ലാവരും ഇങ്ങനെ ചെവി കോർത്ത് നിൽക്കുകയാണ്. തുടർന്ന് ഞങ്ങൾ പിന്നീട് അവിടെ പ്രദക്ഷിണം വെച്ചു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് എന്നും പറഞ്ഞ് ഡോക്ടർ ചോദിക്കുകയാണ്. അന്നേരം എല്ലാവരുടെയും ശ്രദ്ധ പ്രീതിയിലേക്ക് തന്നെയാണ്. അന്നേരം ഓർത്ത് നോക്ക് മോളെ എന്നൊക്കെ അർജുൻ പറയുന്നുണ്ട്, പ്രീതി ശ്രമിക്കുക എന്നൊക്കെ ശാലിനി പറയുന്നുണ്ട്. എന്താ മോളെ സംഭവിച്ചതെന്ന് വിഷ്ണു ചോദിക്കുകയാണ്. തുടർന്ന് വസുമതിയും പറയുന്നുണ്ട്, പ്രീതി നിന്നെക്കൊണ്ട് പറ്റും, ഓർമ്മിക്കുക എന്നൊക്കെ എല്ലാവരും ഇങ്ങനെ തുടരെ പ്രീതി അങ്ങ് ഫോഴ്സ് ചെയ്യുകയാണ്. പക്ഷെ അന്നേരം പെട്ടെന്ന് പ്രീതിക്ക് കണ്ണൊക്കെ അടച്ച് പ്രീതി ഇങ്ങനെ ശ്വാസമൊക്കെ ഒന്നുകൂടെ വിട്ട് എല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുന്നു.
ശ്രമിക്കുന്നുണ്ട്, പക്ഷേ പ്രീതിയെ കൊണ്ട് സാധിക്കുന്നില്ല. പക്ഷേ എല്ലാവരും വീണ്ടും വീണ്ടും ഇങ്ങനെ ഫോഴ്സ് ചെയ്യുകയാണ്. അന്നേരം പക്ഷെ ഡോക്ടർ ഒന്നും മിണ്ടുന്നില്ല. അന്നേരം പ്രീതി ഇങ്ങനെ ഒന്ന് കണ്ണടച്ച്, ഒരു നിമിഷം ഒന്ന് കണ്ണടച്ചിട്ട് പെട്ടെന്ന് തുറന്നിട്ട് പ്രീതി ഓർക്കുന്നുണ്ട് പ്രദക്ഷിണം ചെയ്ത ശേഷം വീണ്ടും പ്രീതിക്ക് അമ്മയുടെ ഫോൺ വന്നത്, റേഞ്ച് കിട്ടാത്തത് കൊണ്ട് പ്രീതി ഇങ്ങനെ കുന്നിൻ്റെ മുകളിലൂടെ റേഞ്ച് തപ്പി നടന്നത് വരെ പ്രീതി ഓർക്കുന്നുണ്ട്. അന്നേരം ബാക്കി എല്ലാവരും എന്നിട്ട് പ്രീതി പറയുന്നൊക്കെ ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്നുണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പ്രീതിയുടെ ആ ഭാവമാറ്റവും ആ ഒരു കണ്ണുകളുടെ വ്യത്യാസവും ഒക്കെ കണ്ടിട്ട് സ്റ്റോപ്പ് എന്ന് പറയുകയാണ് എല്ലാവരോടും ഇങ്ങനെ. അതിനുശേഷം ആ പ്രഷർ നോക്കുന്ന മെഷീൻ എടുത്ത് പ്രീതിയുടെ പ്രഷർ ചെക്ക് ചെയ്യുകയാണ്. അന്നേരം പ്രീതിയുടെ ആ ഒരു സ്റ്റേജ് കണ്ടിട്ട് റിലാക്സ് പ്രീതി എന്നൊക്കെ പറയുമ്പോൾ പ്രീതി അങ്ങ് ശ്വാസമൊക്കെ വിട്ട് അന്ന് നേരെ ആവുകയാണ്. അന്നേരം അതങ്ങ് വിട്ടേക്ക്, ഓർത്തെടുക്കാൻ പറ്റില്ലെങ്കിൽ വേണ്ട, വിട്ടേക്ക് എന്നിങ്ങനെ അങ്ങ് ഡോക്ടർ പറയുമ്പോൾ പ്രീതി ഇങ്ങനെ കണ്ണ് മെല്ലെ അടയ്ക്കുന്നുണ്ട്. തുടർന്നൊരു ചെറിയ മയക്കത്തിലേക്ക് എന്ന പോലെ പ്രീതി പോവുകയാണ്. അന്നേരം അങ്ങ് ആശ്വാസമാവുകയാണ് സുസ്മിതയ്ക്ക്. ഇപ്പം തന്നെ അവിടെ തൂക്കിക്കൊല്ലും എന്നുള്ള അവസ്ഥയിലാണ് സുസ്മിത അത്രയും നേരം അവിടെ നിന്നിരുന്നത്. അതുവരെ പ്രീതി പറഞ്ഞല്ലോ, അപ്പോൾ പിന്നെ ബാക്കി എന്താണ് സംഭവിച്ചത് എന്നുള്ളത് പ്രീതിക്ക് ഓർമ്മ കാണും, പ്രീതി പറയും എന്നുള്ള ആ ഒരൊറ്റ സ്റ്റേജിൽ തന്നെയാണ് സുസ്മിത നിന്നത്. പക്ഷേ അവിടെയും സുസ്മിതയെ ദൈവം രക്ഷിക്കുകയാണ്. പക്ഷേ അവിടെ രക്ഷപ്പെടില്ല, ഒരു ഒറ്റ ദിവസത്തേക്കോ എന്തെങ്കിലുമേ അങ്ങനെ സംഭവിക്കുകയുള്ളൂ. പക്ഷേ പ്രീതിക്ക് എല്ലാം ഓർമ്മയുണ്ട്. പ്രീതിയുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ ആ സത്യം അവിടെ പുറത്ത് വരുന്നതാണ്. പക്ഷേ ഇങ്ങനെ പ്രീതിയുടെ പെട്ടെന്ന് ഓർമ്മ പോയതല്ല, പ്രീതിക്ക് ടെൻഷൻ കാരണം പറയാൻ പറ്റാഞ്ഞതാണ്. അന്നേരം എല്ലാവരും ഒന്ന് ചെറിയ നിരാശയാവുന്നുണ്ട്. പക്ഷേ ഇനി അടുത്ത എപ്പിസോഡിലോ ഇനി വരും എപ്പിസോഡിലോ ഒക്കെ പ്രീതിയുടെ നാവിൻ തുമ്പിൽ നിന്ന് തന്നെ സത്യം പുറത്ത് വരുന്നതാണ്. അപ്പോഴേക്കും സുസ്മിതയുടെ കണ്ടീഷൻ അവിടെ നിന്നും പുറത്താകും. അതൊക്കെയാണ് സംഭവിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു.